പൂന്നുള്ളി പൂന്നുള്ളി കണ്ണാരം പാടി പൊന്നൊഞ്ഞാടി ഇന്നലെ വാ പൊന്മനം പൊന്നിലോടി വാ പൂന്നുള്ളി പൂന്നുള്ളി കണ്ണാരം പാടി പൊന്നൊഞ്ഞാടി ഇന്നലെ വാ പൊന്മനം പൊന്നിലോടി വാ നീരാടി ഒരു നേരം വെള്ളിപ്പൂങ്കിണ്ണം തുള്ളി തുള്ളി പൂന്നേരം തൂകി തൂകി പൂന്നേരം തൂകി തൂകി തോണി മാറുന്ന പൂന്നുള്ളി പൂന്നുള്ളി കണ്ണാരം പാടി പൊന്നൊഞ്ഞാടി ഇന്നലെ വാ പൊന്മനം കുന്നിലോടി വാ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണത്തിലേക്ക്, മഞ്ഞിൽ വിരിഞ്ഞ പൊന്നോണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈ പൊന്നോണ നാളിൽ നമുക്കെല്ലാവർക്കും പ്രിയങ്കരരായ ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത അതുല്യ പ്രതിഭകളെയാണ് നമുക്ക് അനുഭവങ്ങൾ പങ്കുവെക്കാനും ഗാനങ്ങൾ പങ്കുവെക്കാനും ലഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ പൊന്നോണ നാളിൽ ഇവരുടെ ഓർമ്മകളും ഓണത്തിന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെക്കാം. മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന അവാർഡ് 3 തവണ കരസ്ഥമാക്കിയ, ക്രിസ്തീയ ഭക്തിഗാന രംഗത്തും ചലച്ചിത്ര രംഗത്തും ഒരുപോലെ ഹിറ്റുകൾ സമ്മാനിച്ച നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ജെറി അമൽദേവ്, മലയാളികൾ സ്നേഹപൂർവ്വം വിളിക്കുന്നു ജെറി മാഷ്. മഞ്ഞിൽ വിരിഞ്ഞ പൊന്നോണത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ജെറി മാഷിനെ. പൈകിളി മലത്തെ കിളി പൈകിളി മലത്തെ കിളി പൈകിളി മലത്തെ കിളി. കേരളത്തിലെ ഭക്തിഗാന രംഗത്തെ മാറ്റിമറിച്ച ഗാനരചയിതാവ്. എത്ര ജനറേഷനുകൾ വന്നുപോയാലും അച്ഛന്റെ ഗാനങ്ങൾ എന്നും നമ്മുടെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കും. ഇന്നും നമ്മൾ മൂളിക്കൊണ്ട് നടക്കുന്ന ഗാനങ്ങൾ അച്ഛന്റേതാണ്. സ്നേഹപൂർവ്വം മഞ്ഞിൽ വിരിഞ്ഞ പൊന്നോണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഫാദർ തദേവൂസ് അരവിന്ദൻ. ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താം എത്ര സ്തുതിച്ചാലും മതിവരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനാണ്, നമുക്കെല്ലാവർക്കും ഒട്ടനവധി നല്ല ഗാനങ്ങൾ, ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ, എളിമയും പ്രാർത്ഥനയും ജീവിതത്തിൽ എന്നും കൊണ്ടു നടക്കുന്ന, സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ പീറ്റർ ചേരാനല്ലൂർ. ദൈവം ഭക്തനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനേകിടുന്നു ദൈവം അവിടുത്തെ രാജ
അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറേണമേ. സിനിമാ രംഗത്തും നാടകരംഗത്തും ക്രിസ്തീയ ഭക്തിഗാന രംഗത്തും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച 7000-ഓളം കാസറ്റുകളിൽ പാടിയ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ നമുക്കേവർക്കും പ്രിയങ്കരിയായ ദലീമ ചേച്ചിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൊന്നോണത്തിലേക്ക്. ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ വാനമ്പാടി 2500-ഓളം ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള ഗായിക. ബോഡിഗാർഡ് എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗാന രംഗത്തേക്ക് വന്ന ഈ ഗായിക ഇന്നും സജീവമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം. നിന്നെ ഞാനോർക്കുന്നു മിഴിനീരോടെ. നമ്മുടെ ബഹുമാനപ്പെട്ട തദേവ് സച്ചൻ കണ്ടെത്തിയ പ്രതിഭ, ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ സ്ഥിര സാന്നിധ്യമായ രാഹുൽ ജോസഫിനെ മഞ്ഞിൽ വിരിഞ്ഞ പൊന്നോണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്കാരിയുണ്ട്, അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശുവരേണി. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്കാരിയുണ്ട്, അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശുവരേണി. ഈ പൊന്നോണ നാളിൽ നമുക്ക് ആദ്യമായി ജെറി മാഷിന്റെ ഓണവിശേഷങ്ങളിലേക്ക്, അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലാം. മാഷിന്റെ ഓണ അനുഭവങ്ങൾ, പഴയ ഓണം, കുഞ്ഞുനാളിലെ ഓണം മുതൽ ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ 1945 മുതലുള്ള ഓർമ്മ എനിക്കുള്ളൂ. അന്ന് എനിക്ക് 5 വയസ്സാണ്. അപ്പോൾ 45 മുതൽ 55 വരെ ഞാൻ എറണാകുളത്ത് സെന്റ് ആൽബർട്ട്സിൽ പഠിച്ചു. ആ കാലഘട്ടത്തിൽ ഓണമൊന്നും ഈ ഭാഗത്ത് അത്ര ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടിരുന്നില്ല. ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, അവിടെ തൃപ്പൂണിത്തുറയിൽ രാജാവ് ഒരു കാറിൽ കയറി വരും, ആളുകളൊക്കെ അവിടെ നിന്ന് എന്തൊക്കെയോ ഇറോ എന്നൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തച്ചമയം എന്നുള്ള വാക്കും അങ്ങനെ മനസ്സിൽ വരുന്നു. അതിനപ്പുറം പറയത്തക്ക ഓണാഘോഷമൊന്നുമില്ല. ഇപ്പോഴത്തെ ഓണം അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. ഇപ്പോഴത്തെ ഓണം ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ്ലി വെരി കമേഴ്ഷ്യലൈസ്ഡ്. യുനോ, കച്ചവട പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഓണമാണ് ഇപ്പോൾ നമുക്കുള്ളത്. നമ്മളിപ്പോ ഭാഗ്യത്തിന് ഇവിടെ കുറച്ചു പേര് കൂടി കുറെ പാട്ടൊക്കെ പാടുന്നത് ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ചെറുപ്പത്തിലെ വീട്ടിൽ ഓണസദ്യ പായസം ഒന്നും കുടിച്ചിട്ടില്ല? ഇല്ല, പായസം കുടിച്ചിട്ടില്ല. ഊഞ്ഞാലാടിയിട്ടില്ല? എവിടെ ഊഞ്ഞാല, എനിക്ക് പേടിയായിരുന്നു. ഈ ഓണത്തെ പറ്റി ചെറിയ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യം നമുക്ക് ഓണത്തെ പറ്റി അറിയാമല്ലോ. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, എള്ളോളമില്ല പൊളിവചനം, കള്ളവുമില്ല ചതിയുമില്ല. അത് ജനമാഷെ സംബന്ധിച്ചിടത്തോളം വളരെയധികം യോജിക്കുന്ന ഒരു വിശേഷണങ്ങളാണ്. കാരണം ജനമാഷയ്ക്ക് ഏറ്റവും വലിയ ആളും ഏറ്റവും ചെറിയ ആളെ മാഷ് കാണുന്നതും ഒരുപോലെയാണ്, അവരെ ട്രീറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ വലിയ ചെറുപ്പമില്ല. അപ്പൊ മാവേല്യമായിട്ട് ചെറുമാഷക്കുള്ള സാമ്യം അതാണ്. രണ്ടാമത്തത് എള്ളോളമില്ല പൊളിവചനം,
കള്ളവുമില്ല ചതിയുമില്ല, എല്ലാം നേരെവോ സ്ട്രേറ്റ് ഫോർവേഡ്. ആ ഒരു രീതിയിൽ മാഷ് അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്നു എന്നുള്ളത് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു വ്യക്തിത്വം നമുക്കിന്ന് ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മധ്യത്തിൽ കിട്ടിയെന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു സത്യമാണ്. ഞാൻ പാടി തുടങ്ങിയ സമയം ഡിവോഷണൽ ഫീൽഡിലേക്ക് റെക്കോർഡിംഗിലേക്ക് വന്ന സമയത്ത് ജെറി മാഷിന്റെ വളരെ മനോഹരമായ ഒരു പാട്ട് പാടാനൊരു ഭാഗ്യം എനിക്കുണ്ടായി. ആ സമയം മാഷ് റെക്കോർഡിങ്ങിന് മുന്നേ തന്നെ വീട്ടിൽ വന്ന് എന്റെ ഹാർമോണിയത്തിൽ പാട്ട് വായിച്ച് പഠിപ്പിച്ച് തയ്യാറെടുത്ത് 2-3 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ റെക്കോർഡിങ്ങിന് പോകുന്നത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരെ സ്റ്റുഡിയോയിൽ പോകുന്നു, പാട്ട് കേൾക്കുന്നു, പാടിപ്പോരുന്നു. ഈ പാട്ട് എന്റെ ഇപ്പോഴും ഞാൻ മറന്നിട്ടുമില്ല. ആ പാട്ട് നല്ല അർത്ഥവത്തായ വരികളായിട്ട്. ഞാനാരുമല്ല നിൻ മുന്നിൽ എന്റെ ദൈവമേ, ഞാൻ തൃണം മാത്രമാണല്ലോ നിന്റെ സന്നിധി. ഞാൻ ആരുമല്ല നിൻ മുന്നിൽ എന്റെ ദൈവമേ. ആ ഓർക്കുണ്ടോന്നറിയില്ല. 10-15 എനിക്കുണ്ട് 10-18 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും അത് എടുത്തിട്ട്. അത് ജോർജ് പുതുമന എന്ന് പറഞ്ഞൊരു അച്ഛൻ തലശ്ശേരി രൂപത്തിലുള്ളതാണ്. അദ്ദേഹം എഴുതിയ വാക്കുകൾ. ഞാൻ ആരുമല്ല നിന്റെ മുമ്പിൽ എന്റെ ദൈവമേ. ജെറിമാഷിന്റെ പാട്ടും തദേവസച്ചന്റെ പാട്ടൊക്കെ എന്റെ ഈ സംഗീത രംഗത്ത് ഞാൻ പിച്ച വെച്ച് ഇങ്ങനെ കടന്നു വരുന്ന എന്റെ കുഞ്ഞുനാളിലൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള പാട്ടുകളാണ്. ഞാൻ സംഗീത സംവിധായകനായി മാറുന്നത് പോലും ജെറിമാഷിനെ പോലെയുള്ള ഗ്രേറ്റ് മ്യൂസിഷ്യൻ അതുപോലെ ഒത്തിരി പേരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അവരുടെ എല്ലാം പാട്ടുകൾ എനിക്ക് ഒരുപാട് എന്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. മാഷിന്റെ ഒരു പാട്ടാണ് ദൈവസ്നേഹം നമ്മളിലുണ്ടെങ്കിൽ, അത് അച്ഛനും കൂടി എഴുതിയ അതെ അതെ. ഞാൻ 87 കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല 87 ആ കാലഘട്ടത്തിലൊക്കെ ആ പാട്ട് ഒരുപാട് ഞാൻ വേദികളിൽ പാടിയിട്ടുള്ളത് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ട്. ദൈവസ്നേഹം നമ്മളിലുണ്ടെങ്കിൽ സ്വർഗരാജ്യം നമ്മളിലാണല്ലോ. കുഞ്ഞുങ്ങളെ പോലെയാകൂ, മഞ്ഞിന്റെ നൈർമല്യമണിയൂ. ദൈവസ്നേഹം നമ്മളിലുണ്ടെങ്കിൽ സ്വർഗരാജ്യം നമ്മളിലാണല്ലോ. അതുപോലെ മാഷിന്റെ പാട്ട് ജീവിതാർച്ചന വേളയായിതാ മാനസങ്ങളിൽ പൂജയാ. സ്നേഹനായക ജീവദായക സ്വീകരിച്ചു നീ പൂവുകൾ. അതുപോലെ അച്ഛന്റെ മനോഹരമായൊരു പാട്ടാണ് അതിരുകളില്ലാത്ത സ്നേഹം. അതൊക്കെ ശരിക്കും ഞങ്ങളെ കുഞ്ഞുനാളിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള പാട്ടാണ്. അതിരുകളില്ലാതെ തന്നെ എല്ലാവരുടെയും മനസ്സിലാക്കിയത്. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. അതേപോലെ തന്നെ അസ്തമിക്കാത്ത സ്നേഹത്തിന് എഴുതിയല്ലേ, അത് മ്യൂസിക് ചെയ്തതാരാണല്ലോ? ജോസൻ ആന്റണി. അസ്തമിക്കാത്ത സ്നേഹം ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം ദൈവസ്നേഹം. എനിക്ക് തോന്നുന്നത് ദൈവസ്നേഹത്തെ കുറിച്ചിട്ടാണ് തോന്നുന്നത് അച്ഛൻ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത്. അച്ഛന്റെ പാട്ടുകൾ ഒരുപാട് ചെറുപ്പകാലഘട്ടത്തിൽ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ ഈ മ്യൂസിക് ചെയ്യാൻ കൂടുതലായിട്ട് എന്നെ പ്രചോദിപ്പിച്ചിരിക്കുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നിട്ടുള്ളത് അച്ഛന്റെ വരികൾ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചതുകൊണ്ട്. അല്ല, പീറ്റർ പറഞ്ഞല്ലോ ഈ ദൈവസ്നേഹത്തെ പറ്റി എന്താണ് ഇത്രയും പാട്ട് എഴുതിയത്. അതിനൊരു കാരണം വെച്ചാൽ
നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ കൂടുതലും പാപത്തെ പറ്റിയാണ് മതം നമ്മളെ കൂടുതൽ പറഞ്ഞാൽ മനസ്സിലാക്കുക. നമ്മൾ പാവികളാണെന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു കുറെ കാലം മുമ്പ്. നമ്മള് എപ്പോഴും ഗൽറ്റ് തലവരിച്ച് നിൽക്കുക, നമ്മളെപ്പോഴും ജീവിതകാലം മുഴുവൻ ഒരു കുമ്പസാരക്കൂട്ടി ജീവിക്കും പോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു റിലീജിയന്, മതവിശ്വാസത്തിന്, ക്രിസ്ത്യാനിറ്റിക്ക് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് 70-കൾ 80-കളൊക്കെ ആയപ്പോഴത്തേക്കാണ് ദൈവം നമ്മളെ ഏത് അവസ്ഥയിലും നമ്മളെ ദൈവം സ്നേഹിക്കും, നമ്മൾ പാപിയാണെങ്കിൽ നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൂട്ടിച്ചേർക്കാൻ തുടങ്ങിയത്. അപ്പൊ അത് വളരെ ഒരു പുതിയ ഒരു ഡെവലപ്മെന്റ് ആണ്. 40 വർഷമായുള്ള അതേപ്പറ്റി നമ്മൾ വളരെ കാര്യമായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. അപ്പൊ ആ സ്വാധീനമാണ് ഒരു പരിധിവരെ. പാപം ചെയ്യരുതെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പോലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പാപിയെയും എന്നുള്ളത് നേരെ നമ്മൾ മുമ്പ് പറയലായിരുന്നു. അപ്പൊ ആ ഒരു വിചാരമാണ് വീണ്ടും വീണ്ടും പലതവണ ഏതെങ്കിലും പാട്ട് ചെയ്യുമ്പോഴും ദൈവസ്നേഹം എന്നുള്ള വാക്കെങ്കിലും അതിനകത്ത് എവിടെയെങ്കിലും വെക്കുക, അപ്പൊ അത് ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഒരിത് വന്നത്. ഒത്തിരിയധികം അംഗങ്ങളുള്ളൊരു വീട്ടിൽ നിന്നാണ് ദലീമ ചേച്ചി. അപ്പം ആ ഒരു കൂട്ടുകുടുംബത്തിന്റെ ഓണം അതെങ്ങനെയായിരുന്നു? എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങള് പുതിയ ഉടുപ്പുകളൊക്കെ ഇട്ട്, കൊച്ചുപിള്ളേർ, ഞങ്ങൾ കുറച്ച് മക്കള് ഒത്തിരി പേരുണ്ട് വീട്ടിൽ തന്നെ, 11 മക്കള് ഞങ്ങളുണ്ട്. പിന്നെ അച്ഛന്റെ, എന്റെ അമ്മച്ചിയുടെയും സഹോദരങ്ങളും എല്ലാവരും ഒക്കെ ചേർന്നിട്ടൊരു നല്ലൊരു ഓണം. അയൽവക്കത്ത് ഉള്ള എന്റെ കൂട്ടുകാരും എല്ലാവരും വരും. ഞങ്ങള് എല്ലാവരും കൂടെ, ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാല് ഈ പിന്നെ പരിശമുട്ടുകളി, പിന്നെ കൈകൊട്ടിക്കളി, അങ്ങനെയുള്ള പല പല സംഭവങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കാണാൻ അന്നാണ് സാധാരണ ഞങ്ങൾക്ക് അങ്ങനെ കാണുവാനുള്ള അനുവാദം ഇല്ല. പുറത്ത് നടക്കുമ്പോഴങ്ങനെ പോകാനുള്ള അനുവാദം വളരെ കുറവാണ്. പക്ഷേ ഞങ്ങളുടെ അയൽപ്പക്കത്ത് തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇത് കളിക്കുമ്പോൾ ഞങ്ങൾ പോയി കാണാറുണ്ട്. അപ്പൊ പള്ളിയിൽ പോവും. അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെയുള്ള സംഭവങ്ങൾ, പള്ളിയിൽ മസ്റ്റ് പോയിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. അന്ന് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പള്ളിയിൽ പോകണം. അപ്പൊ അത് ഓണമാണെങ്കിലും, ഓണം നമ്മുടെ കൊച്ചു കേരളത്തിന്റേതാണ്. എല്ലാ മനുഷ്യരും പരസ്പരം സന്തോഷമായിട്ട് ആഘോഷിക്കുന്ന ഒന്നാണ്. വളരെ മനോഹരമായ ഓണമായിരുന്നു ഞങ്ങൾ ആഘോഷിച്ചിരുന്നത്. പിന്നെ ഇന്നത്തെ ഓണത്തിന് ഒരു പ്രത്യേകതയുള്ളെന്ന് പറഞ്ഞാല്, ഞാന് സംഗീതത്തില് ദൈവതുല്യമായിട്ട്, അതായത് അത്രയേറെ ബഹുമാനിക്കുന്ന 2 വ്യക്തിത്വം ഇവിടെയുണ്ട്. മാഷ് എന്ന് പറഞ്ഞാല് എനിക്ക് പറയാൻ പറ്റൂല, മാഷിന്റെ മുന്നിൽ ഇരിക്കുവാനുള്ള ഒരു യോഗ്യത പോലും ഉള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. അത്രയും ബഹുമാനിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ മുന്നില് പിന്നെ ഞാൻ ഒത്തിരിയേറെ പാടുകയും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്ത അച്ഛന്റെ മുന്നിലും ഇന്നത്തെ ഓണം നമുക്ക് ആഘോഷിക്കാൻ ഇവിടെ ഒരു അവസരം ഉണ്ടായത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അതിനുള്ള അവസരം ഒരുക്കി തന്ന ഈ നമ്മുടെ ഈ ഗുഡ്നസ് ചാനലിന് തന്നെ എനിക്ക് നന്ദിയുള്ളൂ. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ഭാവം
ക്ഷമിക്കും സ്വഭാവം, ക്ഷമിക്കുന്ന സ്നേഹം, സ്വർഗീയ ദാനം, മണ്ണിൽ സമാധാനമാർഗം. ഞങ്ങൾ മലയാറ്റൂർ മലമുകളിൽ വെച്ച് ചെയ്ത പാട്ടാണ് 1987 ക്ഷമിക്കുന്ന സ്നേഹം. അതൊന്ന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യട്ടെ പ്ലീസ്. അച്ഛന് ചില അൺയൂഷ്വൽ വ്യക്തിത്വമുണ്ട്. ഉദാഹരണത്തിന് അച്ഛൻ, ഞാൻ മദ്രാസിൽ താമസിക്കുമ്പോൾ അച്ഛൻ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് 2 താറാവിനും പിടിച്ച് എന്റെ വീട്ടിലേക്ക് കയറി വരും. ഇങ്ങനെ താറാവിനും പിടിച്ച് വീട്ടിൽ വരുന്ന അച്ഛന്മാര് കത്തോലിക്ക സഭയിൽ ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒരു കൺവെൻഷൻ വരുന്നുണ്ട്, മലയാറ്റൂർ കൺവെൻഷനാണ് അച്ഛൻ, അപ്പൊ നമുക്ക് കുറച്ച് പാട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കുശിനിക്കാരന്റെ തലയിൽ ഒരു ഉരുളിയോ ഒരു വലിയ വട്ടച്ചെമ്പ് വെച്ച് അതിൻ്റെ അകത്തൊരു കോഴിയും പിടിച്ചു വെച്ച് കുറെ മീനും വെച്ച് ഒരു ചിരവയോ മറ്റോ വെച്ചുകൊണ്ട് ഞങ്ങള് മലയാറ്റൂർ മലയുടെ താഴ്വാരത്തു നിന്ന് മുകളിലേക്ക് കയറിപ്പോയി. എന്നിട്ട് അവിടെ 1-2 നാൾ താമസിച്ചിട്ടുണ്ടാക്കിയ പാട്ടുകളിൽ ഒന്നാണ് ക്ഷമിക്കുന്ന സ്നേഹം. അച്ഛനൊരു ദൈവസ്നേഹം നിങ്ങളുണ്ടെങ്കിലും ദൈവസ്നേഹം നിങ്ങളുണ്ട്. അതെല്ലാം സെയിം കാസറ്റ്. അരൂപിയാൽ നിറയാൻ കവിയാൽ. പക്ഷെ ആ കാലഘട്ടത്തില് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ വളരെ വിരളമായിട്ട് ഇറങ്ങാറുണ്ട്. കാരണം തരംഗണിയുടെ ദാസേട്ടന്റെ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ആളുകൾ വർഷത്തിലൊരു CD കേൾക്കാൻ വേണ്ടി, അല്ല കാസറ്റുകളാണല്ലോ, കാസറ്റ് കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള പാട്ടുകൾ ഇങ്ങനെ കടന്നു വരുന്നത്. വളരെ റെയറാണ്. അങ്ങനെ 3 ദിവസം അവിടെ താമസിച്ചു. വളരെ റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയറിൽ. അതായത് മലയുടെ മുകളിൽ ആരും തന്നെ ഇല്ലായിരുന്നല്ലോ വെച്ചാൽ അവിടെ ഒരു വികാരിച്ചനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും സ്വരം നമ്മൾ മാത്രം. അങ്ങനെ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിലാണ് ആ പാട്ടുകൾ ഉണ്ടാക്കിയത്. രാഘുലേട്ടൻ ജനിച്ചതും വളർന്നതൊക്കെ ഒരു ഗ്രാമാന്തരീക്ഷത്തിലായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു അവിടുത്തെ ഓണം? ഒന്ന് ഷെയർ ചെയ്യാമോ? ഓണത്തിന്റെ മെയിൻ ദിവസങ്ങളിൽ എപ്പോഴും ഉള്ളത് അവിടെ കൈകൊട്ടി കളി എന്നാണ് നമ്മുടെ ഏരിയയിൽ കുറച്ച് കൂടുതലുള്ളൊരു സംഭവമായിരുന്നു. ഒരു 40, 45, 50 പേരൊക്കെ ഉണ്ടാവും അതിനകത്ത്. കുട്ടികളുണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും. അന്ന് ഇവര് ഓണം ഈ കൈകൊട്ടിക്കളി പഠിക്കാൻ വരുന്ന വീട്ടിന്റെ അടുത്താണ്. അപ്പൊ വൈകുന്നേരങ്ങളിൽ ഞങ്ങളിത് കാണാൻ പോവുക. പിന്നെ അത് ഇവരുടെ ഈ പ്രോഗ്രാം അരങ്ങേറുന്ന ദിവസം ഭയങ്കര ചടങ്ങാണ്. അതിനൊക്കെ പോയിരിക്കുക. അതൊക്കെ ഭയങ്കര ആഘോഷങ്ങളായിരുന്നു. ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങളേ ഇല്ല. ഒരു നാട്ടിലും കൈകൊട്ടിക്കളി ഇല്ല. ഈ പറഞ്ഞ പോലെ വീടുകളിൽ പോലും പൂക്കളങ്ങൾ ഇടുന്ന പരിപാടിയൊന്നുമില്ല. ഞങ്ങളുടെ അന്നും ഇന്നും. ഇപ്പോഴത്തെ കാലത്ത് പൂക്കളം, പൂവാൻ, ഫ്രഷ് ഫ്ലവേഴ്സിന്റെ പോലും ഫ്ലവർ കാർപ്പറ്റ് ഇല്ല. ഫ്ലവർ കാർപ്പറ്റ് അങ്ങനെ പ്ലാസ്റ്റിക് എടുത്ത് ഫ്ലവർ കാർപ്പറ്റ് പൂക്കളല്ല, ആ ഷേപ്പിൽ ഉണ്ടാക്കി വീട്ടിൽ കൂടെ ചൈനയുടെ നമ്മൾ നന്ദി പറയുന്നത്. റെഡിമെയ്ഡ് പൂക്കളം കിട്ടും. അത് വീട്ടിൽ കൂടെ വെറുതെ വാങ്ങിക്കേണ്ടി വെച്ചത്. ആവശ്യം കഴിയുമ്പോൾ എടുത്ത് മാറ്റിട്ട് വേറെ വെക്കാം. കൈകൊട്ടികളി ഇന്നത്തെ ജനറേഷനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല അത്. പിന്നെ കുറെയൊക്കെ സ്കൂളുകളിലും കോളേജസിലും അവര് ഓണ സെലിബ്രേഷന് ഇങ്ങനെ തിരുവാതിരകളിയൊക്കെ വയ്ക്കും. ഞാനൊക്കെ കോളേജിലൊക്കെ അങ്ങനെ കളിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ കൈകൊട്ടിക്കളിയുടെ ഒച്ചയെന്ന് പറയുന്നത് അത് എല്ലാവരും കൂടെ പാടുന്നത്. നമ്മുടെ കൊയർ പോലത്തെ ഒരു സംഭവമാണ്. കാരണം ഒരാള് പാടിയിട്ട് എല്ലാവരും കൂടെ ഏറ്റുപാടുക. അപ്പോ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള കോളാമ്പി വെച്ചാണ് ഈ സംഭവം സാധാരണ ചെയ്യുന്നത്. അപ്പൊ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് പോലും ഈ ഓണക്കളികളുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഒച്ചയിൽ കേൾക്കാം. മാഷെ, ഈ എത്ര വയസ്സ് മുതലാണ് ഇങ്ങനെ സംഗീതത്തിന്റെ ഈ അറിയുവാനുള്ള ഒരു? അതെ, നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് ഞാൻ പലപ്പോഴും എന്താ whenever somebody asks, in my biodata I always say, ഞാൻ 4-ാമത്തെ വയസ്സ് മുതൽ പാട്ട് പാടാൻ തുടങ്ങി. വീട്ടില് അമ്മയൊക്കെ പ്രാർത്ഥന കഴിയുമ്പോൾ പാടുമായിരുന്നു. അപ്പൊ അത് കേട്ട് ഞാൻ പാട്ടുകൾ പഠിച്ചു. പിന്നെ അമ്മമ്മയോടുകൂടി ഞാൻ എല്ലാ ദിവസവും കുർബാന കാണാൻ പോകുമായിരുന്നു. അമ്മമ്മയുടെ ആ വിശറിയെ പിടിച്ചുകൊണ്ട് പുറകെ നടന്നു പോകുമായിരുന്നു. I was small.
എന്നിട്ട് അവിടെ വെച്ച് അന്നൊക്കെ എല്ലാം ലത്തീൻ പാട്ടായിരുന്നല്ലോ. ഉദാഹരണത്തിന് ഫേമസ് സോങ് ഇസ് Dies ire dies illa solvese clum in favilla peste David cum sibilla. ഇത് മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു കുർബാനയിലുള്ള ഒരു ഫേമസ് വളരെ നീണ്ടൊരു പാട്ടാണ്. ഞാൻ ചെറുപ്പത്തിൽ ഇത് കേട്ട് അത് മുഴുവൻ ബൈഹാർട്ട് പഠിച്ചു, കാര്യം മനസ്സിലാക്കാതെ. അപ്പൊ അങ്ങനെ ഗ്രെഗോറിയൻ ചാന്റിനെ പറ്റി ചെറുപ്പം മുതലേ ഒരു അവഗാഹം കിട്ടി. ഗ്രെഗോറിയൻ ചാന്റാണ് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ തായ് വേര് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ചെറുപ്പം മുതൽ പാട്ട് പാടാൻ തുടങ്ങി. പിന്നെ ആ കാലഘട്ടത്തിൽ ഇവിടെ തമിഴ് പാട്ടുകളും തമിഴ് സിനിമാ പാട്ടുകളും ഹിന്ദി സിനിമാ പാട്ടുകളുമേ ഉണ്ടായിരുന്നുള്ളൂ. 5 കൊല്ലം കൂടുമ്പോഴായിരിക്കും ഒരു മലയാളം സിനിമ വരുന്നത്. ലൈക്ക് ഏതാണ്, നിർമ്മലയെന്നോ അല്ലെങ്കിൽ ഐ എം ടോക്കിംഗ് അബൌട്ട് 1945 to 55. യുനോ അപ്പം മലയാളം സിനിമയൊന്നും ഇല്ല. വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മ, ബാലൻ. അതെ. പിന്നെ അതിലും അൺബിലീവബിൾ നെയിംസ് ആണ്. 1000 തലൈ വാങ്ങി അപൂർവ ചിന്താമണി എന്നൊക്കെ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് ദഹിക്കാത്ത ഒരു അവസ്ഥ. അപ്പൊ എനിക്ക് തമിഴിനോടങ്ങ് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല. പക്ഷെ പിന്നീട് ഞാൻ മദ്രാസിൽ പോയപ്പോൾ തമിഴിന്റെ ഗുണങ്ങളും അതിന്റെ മഹത്വമൊക്കെ പിന്നീട് മനസ്സിലായെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്നെ അത് സ്പർശിച്ചില്ല. എന്നെ കൂടുതൽ സ്പർശിച്ചത് ഹിന്ദി സിനിമാ പാട്ട്. അവയിൽ എടുത്തു പറയേണ്ടത് ലൈക്ക് ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ലൈക്ക് അനിൽ ബിശ്വാസ്, സീനെ മേ സുലഗത്തെ ഹൈ അരമാൻ എന്നുള്ള ട്യൂണൊക്കെ ഉണ്ടാക്കുന്ന അനിൽ ബിശ്വാസ്. അതായത് ഹി വാസ് ദ സീനിയർ ഓഫ് SD ബർമൻ ആൻഡ് ഓൾ ദാറ്റ് ഫ്രം ബംഗാൾ. Then there is another man called Chitalkar Ramchandra, that is C. Ramchandra. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് പാട്ട് ഞാൻ ചെറുപ്പത്തിൽ പാടുമായിരുന്നു. അത് മജ്ബൂർ മേരി ആഖേ ബർബാദ് മേരാ ദിൽ ഹൈ, ഇങ്ങനൊരു പാട്ട്. അതിലൊക്കെ കൂടുതലായിട്ട് എന്നെ പിടിച്ചു നിർത്തിയത് നൗഷാദ് സാഹിബിന്റെ പാട്ടുകളാണ്, പഴയ പന്നാക്ക് പാട്ടുകൾ. രഞ്ജംബർ സേ ബാദൽവാ മസ്തി ഹവാ മേ ആയേ പിയാ ഘർ ആജാ ആജാ പിയാ ഘർ ആജാ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? ഇല്ലല്ലേ. ഇത് 40കളിലെ പാട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഇതുണ്ട്, തൂ മേരാ ചാന്ദ് മേ തേരി ചാന്ദിനി, അങ്ങനെ പോകുന്നു. നൗഷാദ് സാഹിബിന്റെ പാട്ടുകളെല്ലാം തന്നെ ഞാനങ്ങ് പഠിച്ചു. ആ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ പാട്ടുകളോടായിരുന്നു ഇവിടെ കമ്പം. പിന്നെ കൊച്ചിയില് കുറെ ആംഗ്ലോ ഇന്ത്യൻസും മറ്റുള്ളവരും കൂടിയിട്ട് ഓറിയന്റൽ മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞ ക്ലബ് ഉണ്ടായിരുന്നു. അതിൽ എല്ലാവരും ഹിന്ദി പാട്ടുകളാണ് പാടിയിരുന്നത്. അങ്ങനെ ഞാൻ പാട്ടുകാരനായി. എലിസബത്തിനോടാണ്, എങ്ങനെയായിരുന്നു കുഞ്ഞിലെ ഓണം ആഘോഷിച്ചിരുന്നതും ഇപ്പോഴത്തെ ഓണം ഒന്ന് ഷെയർ ചെയ്യാമോ? ഓണക്കാലത്തെ പറ്റി ചോദിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട്. ചെറുപ്പകാലത്തോട്ട് തന്നെ ഞങ്ങളുടെ വീട്ടില്, ഞങ്ങള് തറവാട്ടിലാണ്. അപ്പോൾ അവിടെയാണ് എല്ലാവരും, ഫാമിലിയിലെ എന്റെ ആന്റിമാരും അങ്കിമാരെല്ലാവരും വരും, ഒന്നിച്ചു കൂടും. അവരുടെ മക്കള്, ഞങ്ങളൊരു എനിക്ക് തോന്നുന്ന ഒരു ഹ്യൂജ് ഫാമിലി ആണ്. 8 മക്കളുണ്ട്, അച്ഛയുടെ ബ്രദർ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി. അപ്പൊ അവരുടെ മക്കളും എല്ലാവരും വരുമ്പോൾ ഒരുപാട് അംഗങ്ങളുണ്ട്. അപ്പൊ ഞങ്ങള് വീടിന്റെ മുറ്റത്ത് ഒരു വലിയ പൂക്കളം ഒരുക്കും, നല്ല ഇതിനേക്കാളും വലുതാണ്. അപ്പൊ അതൊരു വലിയ സെലിബ്രേഷനാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പൂ കിള്ളി കൊടുക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ചേച്ചിമാരിടും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കായി അതിന്റെ ചുമതല. ഞങ്ങൾ പൂക്കളം ഒരുക്കും. ഇപ്പൊ കല്യാണം കഴിഞ്ഞെങ്കിലും ഞങ്ങൾ ഓണത്തിന് അവിടെ കൂടും, പൂക്കളം ഇടാറുണ്ട്. എല്ലാവരും ഒന്നിച്ച് സദ്യ കഴിക്കും. അപ്പൊ ഓരോ വീട്ടിൽ നിന്നും ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പൊ കുറെ അധികം വിഭവങ്ങളും ഉണ്ടാവും. നല്ല ഗ്രാൻഡായിട്ട് സദ്യ ഉണ്ടാവും. ശീലനാമൻ യേശുവേ ശാന്തശീലനാമൻ യേശുവേ ക്ഷമാശീലനാമൻ യേശുവേ
ഹൃദയം തവ ഹൃദയം പോലെയാക്കണേ ക്ഷമാശീലനാം യേശുവേ ശാന്തശീലനാം യേശുവേ. അച്ഛനോടും മാഷിനോടും കൂടെ ചോദിക്കാനുള്ളതാണ്. അപ്പം ഇപ്പൊ ഇറങ്ങുന്ന പാട്ടുകള് മാഷ് കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു, പക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയണമെന്ന് പറയുവാണ്. കാരണം ഇപ്പോഴുള്ള പാട്ടുകളെയും വരിയെക്കുറിച്ച് മാഷ് വിലയിരുത്തിയിരുന്നു. ഞാൻ വിലയിരുത്തുന്ന അച്ഛന് എല്ലാം പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ പാട്ടുകൾ അച്ഛൻ കേട്ടിട്ടുണ്ടോ? അച്ഛൻ അമേരിക്കയിലാണല്ലോ, അവിടെ വല്ലതും കേൾക്കുന്നുണ്ടോ? ഞാൻ എന്റെ എഴുത്തിന്റെ അനുഭവത്തിൽ മാഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മാഷ് സംസാരിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ആമുഖം കൊടുക്കാം. ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാണ് ചെറിയ മാഷെങ്കിലും ഏറ്റവും ഭയപ്പെടുന്ന ഒരാളും കൂടെയാണ് ചെറിയ മാഷ്. കാരണം ഈ ഇരിക്കുന്ന ആളുള്ള എഴുതാനിരിക്കുമ്പോൾ ഉള്ള ആള് വേറൊരു രൂപവും മുഖവും ഭാവവും കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റാണ് മാഷ്. അപ്പോൾ എഴുത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. മാഷ് മിഡിൽ സ്കൂളും ഹൈസ്കൂളും മലയാളമല്ല പഠിച്ചത്, സംസ്കൃതമാണ്. അപ്പോൾ സംസ്കൃതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ പാട്ട് എഴുതുമ്പോൾ നമ്മുടെ വരികളിൽ സംസ്കൃതമാണോ മലയാളമാണോ വർത്തമാന ഭാഷയാണോ അച്ചടി ഭാഷയാണോ അത് ലിറിക്കൽ ബ്യൂട്ടിയുള്ള കവിതയാണോ എന്നൊക്കെ പെട്ടെന്ന് മാഷക്ക് വാക്കുകൾ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ എനിക്കുള്ള ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ മാഷയുടെ കളരിയിൽ എഴുതാൻ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ അച്ഛനായിട്ട് 5 വർഷത്തിനകം ജെറുമാഷയുടെ ഞങ്ങളൊരു സെമിനാറിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് എറണാകുളത്ത്. അതേ തുടർന്നാണ് ഈ മല്ലാറ്റൂർ കൺവെൻഷന് ഞാൻ മല്ലാറ്റൂർ പള്ളിയിൽ ഇരുന്നപ്പോൾ അങ്ങനെ അവസരം കിട്ടി. അങ്ങനെ മാഷുമായിട്ട് പാടിയത്. അപ്പൊ ഈ മല്ലാറ്റൂർ മലമുകളിൽ പോയിരുന്ന് എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ക്ഷമിക്കുന്ന സ്നേഹം ദൈവിക ഭാവം എന്ന് ഞങ്ങൾ, ക്ഷമിക്കുന്ന സ്നേഹം എന്നുള്ള വാക്ക് തന്നെ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്, അത് കോയിൻ ചെയ്തത് ഒരു ദിവസം കൊണ്ടാണ്. ഓർമ്മയുണ്ടോ മാഷ്? വിട്ട് വൺ ഡേ അത് ചെയ്യാൻ വേണ്ടി. പിന്നെ എന്താണത്? അത് ദൈവത്തിന്റെ ഭാവമാണ്. അപ്പൊ ഭാവം എന്ന ഒരു വലിയൊരു വാക്ക് പാട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതൊരു കട്ടിയുള്ള വാക്കാണ്. അതാരാ പാടാൻ പോണ? ഭാവം പറയുന്നത് തന്നെ ഭാവം എന്ന ആൾക്കാർ പറയുള്ളത്. പിന്നെ പറയിപ്പിക്കാൻ വലിയ പാടാണ് പാട്ടുകാരെ കൊണ്ടൊക്കെ. പക്ഷെ മാഷ് പറഞ്ഞവർക്ക് ഭാവം ഇടാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നത്തെ വരി നാഥൻ. അതെ, അപ്പൊ മാഷനോട് പറയുകയാണ്, അച്ഛൻ്റെ ഈസി ആണെന്ന് വിചാരിക്കണ്ട, എനിക്കൊരു ഭാവം തന്നെ വേണം അടുത്ത വരിയിൽ അവസാനിക്കുമ്പോ. എവിടുന്ന് കൊണ്ടൊരു ഇനിയൊരു ഭാവം. അതിനൊരു ദിവസം കൂടെ എടുത്തു. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് വന്ന് പറഞ്ഞു, മാഷ് ഭാവം കിട്ടിയിട്ടുണ്ട്. എന്താണ്? സ്വഭാവം. അപ്പൊ നാഥൻ കൊതിക്കും സ്വഭാവം എന്നാക്കി. അപ്പൊ ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ക്ഷമിക്കുന്ന സ്നേഹം ദൈവിക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. അപ്പൊ ലിറിക്കൽ ബ്യൂട്ടി ഉണ്ടോ അതിന്റെ? അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് എഴുതിയാൽ അതൊന്നും വരില്ല. നമ്മൾ തപസ്സിരുന്നാൽ മാത്രമേ അത് വരുള്ളൂ. അന്ന് ഞാനത് ധൃതി വെച്ച് എഴുതുന്ന ഒരു എഴുത്തുകാരനായിട്ട് തുടർന്നെങ്കിൽ ഒരുപക്ഷെ ഒരു പാട്ട് എഴുതിയാലാണ്. അപ്പോൾ ജനമാഷ മുമ്പ് ഇരിക്കാനും ആ കളരിയിൽ അഭ്യസിക്കാനും വളരെയധികം പ്രയാസങ്ങൾ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. മാഷ് എന്തിനാ ഇത്രയും പീഡിപ്പിക്കുന്നത് നമ്മളെ ഇട്ട് ഈ എഴുതിക്കാനായിട്ട്? അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് അറിയാം മാഷക്ക് അത്. അപ്പൊ അത് പുറത്തേക്ക് കൊണ്ടുവരിക. എഡ്യൂക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതല്ലേ മാഷ്? എദൂക്കരെ ബ്രിങ് ഇറ്റ് ഔട്ട്. നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരിക. അല്ല, ഞാൻ മാഷ് പറയാൻ പോകുന്ന നാമകമായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ മാഷക്ക് പുതിയ പാട്ടുകളധികം കേൾക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ജെറുമാഷോട് ഈ പുതിയ എഴുത്തുകാരുമായിട്ട് മാഷ് ഇപ്പോ കുറച്ച് ഇടപെടുന്നുണ്ടല്ലോ. അപ്പം പ്ലീസ്. പുതിയ എഴുത്തുകാർക്ക് എന്റെ കാഴ്ചപ്പാടിൽ പലരും ഇപ്പൊ എന്റെ ചില കൂട്ടുകാരൊക്കെ അമേരിക്കയിൽ നിന്ന് എനിക്ക് ചില ലിറിക്സ് ഒക്കെ അയച്ചു തരും. പക്ഷെ അതിൻ്റെ അത് ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഇസ് നോ കഴമ്പ്. ചുമ്മാ വാക്കുകളേ ഉള്ളൂ, സുന്ദര പദപ്രയോഗങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വിശ്വാസ രഹസ്യങ്ങൾ അതിലൊന്നിലുമില്ല. ഞാൻ കർത്താവിന്റെ തിരുമാറിൽ ചാരിക്കിടന്ന് ഉമ്മ വെക്കണമെന്നൊക്കെയാണ് മെയിൻ പോയിന്റ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ എപ്പോഴാണ് കർത്താവിനെ നമ്മൾ ഉമ്മ വെക്കുന്നത്? നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ തന്നെ ആരും കർത്താവിനെ ഉമ്മ വെച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അപ്പോ എന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ലിറിക്കൽ വേൾഡ് ഹാസ് മൂവ്ഡ് അവേ ഫ്രം ദ ബേസിക് ടെനറ്റ്സ് ഓഫ് അവർ ഫെയ്ത്ത്. ഫെയ്ത്തിൽ നിന്ന് വളരെ അകന്നു പോയിട്ട് വളരെ ഉപരിപ്ലവമായ ഒരു റൊമാൻറ്റിസിസത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ ഭക്തിഗാനം ഒരിക്കലും റൊമാൻറ്റിസത്തിൽ ഒതുങ്ങാൻ പറ്റിയ സബ്ജക്റ്റേ അല്ല.
കുറച്ചൊക്കെ ആകാം. വാവാ യേശുനാഥ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കുർബാന കൈക്കൊള്ളുന്നതിന് മുമ്പ് പറയാമെന്നല്ലാതെ നമ്മുടെ വിശ്വാസ്യതയെ പറ്റിയൊന്നും അല്ല. അപ്പൊ അങ്ങനെ ഒരു ആശയത്തിന്റെ ഒരു അഭാവം ഞാൻ കാണുന്നു. പിന്നെ നമ്മൾ വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കേരളം അതിഗഹനമായ എന്താ പറയുക ലിറിക്കൽ ഒരു ട്രഷർ ഉള്ളൊരു നാടാണ്. നിങ്ങൾ എഴുത്തച്ഛന്റെ രാമായണമോ അല്ലെങ്കിൽ നമ്മുടെ ആരാണ് കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരിയുടെ ആ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചാൽ നമ്മുടെ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ വളരെ വെരി പുവർ മലയാളത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഇത്രയും അതിഗഹനമായ സംസ്കൃതിയുള്ള ഒരു നാട്ടിൽ നമ്മൾക്ക് നമ്മുടെ ദൈവത്തെ പ്രകീർത്തിക്കാൻ ഇത്ര ശുഷ്കമായ ഭാവനയും ഇത്ര എന്താ പറയുക അരോചകമായ പദങ്ങളും മാത്രമേ നമുക്കുള്ളൂ എന്നുള്ള ചിന്ത വരും. അപ്പോൾ in general I am saying we should again study and make ourselves rich and then give out something. അച്ഛനൊക്കെ ഉണ്ടായിരുന്ന ഗുണം എന്താണ്? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അച്ഛൻ അതിനുവേണ്ടി പരിശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരെ പരിശ്രമിക്കാൻ ആർക്കും ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ട് കാശും വാങ്ങി വീട്ടിൽ പോകാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ കറങ്ങി തിരിഞ്ഞിരിക്കുന്നത്. ഞാൻ നൗഷാദ് സാറിനോടുകൂടെ 5 വർഷം ജോലിയെടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്ഥിരതാമസക്കാരനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചിരുന്നത് നമ്മുടെ ഈ ഹിന്ദി സിനിമാ പാട്ടുകൾ നമുക്ക് ഒരക്ഷരം മനസ്സിലാകുന്നില്ല. എന്നിട്ടും ഈ പാട്ടുകൾ കേട്ട് നമ്മൾ ഇങ്ങനെ തലയാട്ടാറുണ്ട്. അല്ല, വി ഡു എൻജോയ്. ഉദാഹരണത്തിന് മേരി കഹാനി ഭൂൽനെ വാലി തേരാ ജഹാ ആബാദ് രഹേ എന്നുള്ള പാട്ട് അല്ലെ. മേരി കഹാനി ഭൂൽനെ വാലി എന്തതിന്റെ അർത്ഥം ഓൺലി ഗോഡ് നോസ്. ബട്ട് കേൾക്കുമ്പോ എങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചതാണ് ഈ ഷക്കീൽ ബദായിനി എന്ന് പറയുന്ന കവിയും നൗഷാദ് സാബും കൂടി ഈ സിനിമയുടെ കഥ മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ കഥാസന്ദർഭങ്ങൾ ഡയറക്ടറിൽ നിന്ന് കേട്ടതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി ഒരു എയർ കണ്ടീഷൻ മുറി കയറി വാതിലും കിടക്കും. പരിപാടി എന്താണ്? പാട്ടെഴുത്താണ്, പാട്ടുണ്ടാക്കലല്ല. പാട്ടെഴുതുക. ഒരാഴ്ച എടുത്തിട്ട് 7 days എടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടി, നൗഷാദ് സാബിനും വളരെയധികം, അദ്ദേഹം ഒരു ചെറിയ കവിയും കൂടിയാണ്, ഇവർ രണ്ടുപേരും കൂടി ആശയങ്ങൾ കൈമാറും. ഇപ്പൊ ഇതിന്റെ കഥാനായകനാണ്, അയാളൊരു കവിയാണ്. ശരി, അയാൾ ഈ റിച്ച്മാന്റെ മകളോട് പ്രണയത്തിലായിരിക്കുന്നു. എന്നിട്ട് പക്ഷെ ഇയാൾ പാവപ്പെട്ടവനും മറ്റേവള് വലിയ പണക്കാരിയുമാണ്. അവർക്ക് നേരിട്ട് കാണാൻ സാധ്യതയില്ല. അപ്പൊ കാണാൻ പറ്റുന്ന സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇവര് 2 വീടിന്റെ മുകളിൽ ടെറസുണ്ട്. ടെറസിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വേണമെങ്കിൽ പാടാം. അങ്ങനെ പാടുമ്പോൾ ഇവരെന്താ പറയാൻ പോകുന്നത്? അപ്പോഴാണ് ആ ചിന്താഗതിയിൽ നിന്ന് അവർക്കൊരു സിസ്റ്റം ഓഫ് എന്താ പറയുക ഒരു പ്രാസത്തിന്റെ ഒരു സ്ട്രക്ചർ അവരെടുക്കുന്നു. ഉദാഹരണം ഞാൻ ചെയ്യുന്ന സോങ്ങില് ദിലേ ബേതാബ് കോ സീനെ സെ ലഗാന ഹോഗ, എന്റെ പിടയ്ക്കുന്ന ഹൃദയത്തിനെ നിനക്ക് നിന്റെ ചങ്കിനോട് ചേർക്കേണ്ടി വരും എന്നാണ് ആദ്യത്തെ ലൈൻ. പ്രേമഗാനമാണല്ലോ, അത് നിന്നെ എനിക്ക് കെട്ടിപ്പിടിക്കണമെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത് എന്റെ പിടയ്ക്കുന്ന ഹൃദയത്തെ നിനക്ക് നിന്റെ നെഞ്ചോട് ചേർക്കേണ്ടി വരും. അപ്പൊ സീനേസെ ലഗാന ഹോഗ എന്ന ആദ്യത്തെ ലൈനിന്റെ എൻഡിങ്. ഇതുപോലെ ആന ഹോഗ, ജാന ഹോഗ, വരാന ഹോഗ, ഫിലാന ഹോഗ, ഖലാന ഹോഗ, വലാന, ഒരു 200 വാക്കുകൾ അവർ എഴുതിയിടും. 200 വാക്കുകൾ എഴുതിയിട്ടിട്ട് ഈ കഥയോടനുബന്ധിക്കുന്ന മറ്റു കാര്യങ്ങൾ കൂട്ടിച്ചേർക്കും. അങ്ങനെ 200 ലൈൻ ഉണ്ടാക്കിയിട്ട് ഒരു 16ഓ 20ഓ അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യും. എന്നിട്ട് അത് ആയി കഴിയുമ്പോൾ 7 ദിവസം ഞാൻ കണ്ണുകൊണ്ട് തന്നെ. എന്നിട്ട് ഇവരെന്റെ ഒരു കൂടി പുറത്ത് വരും. അപ്പൊ ഉച്ചക്ക് ഊണൊക്കെ കഴിക്കാൻ വരുമെങ്കിലും വീണ്ടും ഇതിന്റെ പുറകില്ല. 7 ദിവസം കഴിഞ്ഞ് പാട്ട് ലിറിക്സുമായിട്ടാണ് പിന്നെ ഇരിക്കും. നൗഷാദ് സാബ് ഇരിക്കുന്നു, അദ്ദേഹം ട്യൂൺ ഇടുന്നു. ദിലേ ബേതാബ് കോ സീനെ സെ ലഗാനാ ഹോഗാ, ആജ് പർദാ ഹൈ തോ കൽ സാമനെ ആനാ ഹോഗാ, ആജ് പർദാ ഹൈ തോ കൽ സാമനെ ആനാ ഹോഗാ. ഇന്ന് നീ നിന്റെ മൂടുപടത്തിലാണെങ്കിൽ നാളെ നിനക്കത് നീക്കിയിട്ട് എന്റെ മുന്നിൽ വരേണ്ടി വരും എന്നാണ്. അങ്ങനെ അതിമനോഹരമായ 20 ലൈൻസാണ് ആ പാട്ടിൽ.
അതുകൊണ്ടാണ് നമ്മൾ ആ പാട്ടുകൾ ആ രാഗത്തിന്റെ സുഖം കൊണ്ടും കാര്യം മനസ്സിലാക്കിയില്ലെങ്കിലും എന്തോ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള പോലെ നമ്മളിരുന്ന് ഇങ്ങനെ മരവിച്ചിരിക്കുന്നു. സോ ലിറിക്സ് ഈസ് നമ്പർ 1. ഇന്ത്യയിൽ ഒരു കാലത്തും പാട്ടെന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നീട്ടിപ്പറയാന്ന് ഫാദർ ചെറിയാൻ കുഞ്ഞിയന്തൂർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീട്ടിപ്പറയുന്നതാണ് പാട്ട്. അപ്പൊ പാട്ടിൽ കഴമ്പില്ല എങ്കിൽ പാട്ടില്ല, പാട്ടിൽ കഴമ്പില്ല എങ്കിൽ പാട്ടില്ല. ഒരിക്കൽ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ VC നിങ്ങൾ പലരും അറിയാമല്ലോ, തിരുനാമകീർത്തനം എഴുതിയാളാണ്. അച്ഛൻ പണ്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ടുണ്ട്, കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ എന്ന് പറയുന്ന ഒരു പടർമുണ്ട്, ഓർമ്മയുണ്ട്, നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ. ആ പാട്ടില് കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ ഇമേജറി അതിനകത്തുണ്ട്. അപ്പൊ അച്ഛൻ ഇമേജറിയുടെ ആളാണ്. ഒരിക്കൽ സാന്താ സിസ്ലിയയിൽ ഒരു റെക്കോർഡിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, സദീസ് ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്ത സദീസന്റെ പാട്ടിനകത്ത് ഇമേജറികൾ കുറവാണ്. അപ്പൊ അച്ഛനോട് ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്, അച്ഛൻ ഇനി മുതൽ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അത് 91 നമ്മുടെ ഇമേജറീസ് ഉണ്ടാവണം. അതായത് ആളുകൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ചിത്രങ്ങൾ മുമ്പിൽ കൂടെ പോകണം, ആളുകളുടെ ചിത്രങ്ങൾ പോകണം. ആളുടെ ഇമേജറി എന്ന് പറയുന്നത് ബിംബങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ബിംബങ്ങൾ ഇല്ലാത്തതാണ് പ്രോബ്ലം. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും അത് പറയും പള്ളി എന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞില്ലേ, അപ്പൊ ഇതെല്ലാം തന്നെ ആ ഇമേജറീസ് നമ്മുടെ മനസ്സിലേക്ക് വരും. അതായത് പ്രാർത്ഥന ഉരുകുന്ന കണ്ണീരായി ആ ഇമേജറി. അപ്പൊ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചപ്പോ തുമ്പേച്ചറച്ചന്റെ പാട്ടാണ് അതല്ലേ. അപ്പൊ അതുപോലത്തെ വരികൾ എഴുതുമ്പോൾ ഇമേജറീസ് വെച്ച് എഴുതണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ തിയേറ്റർ പറഞ്ഞ പോലെ തന്നെ ഞാനൊക്കെ പലരും പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ടും ഞാൻ എഴുതണമെന്ന് എപ്പോഴും എഴുതിയാൽ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞ പാട്ടും ഈശ്വരനെ തേടി അണഞ്ഞെന്ന പാട്ടാണ്. ഈശ്വരനെ തേടി അണഞ്ഞെന്നുള്ള ആബേലച്ചന്റെ പാട്ടിന്റെ അവസാനത്തെ 4 വരി ഇല്ലെങ്കിൽ ആ പാട്ടൊന്നിനും കൊള്ളിയല്ല. അപ്പൊ ഒരു സ്റ്റോറി ഉണ്ട് അതിനകത്ത്. ഞാൻ അന്വേഷിച്ച് നടക്കുന്നു, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഞാൻ സ്നേഹമാണ് ദൈവം എന്നറിഞ്ഞു. അപ്പൊ അബലച്ചനെ ദൈവസ്നേഹത്തെ പറ്റി എഴുതി കഴിഞ്ഞിരുന്നു. സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും ഗേഹമാകും കൺമുന്നിൽ ഇല്ലെങ്കിലും വിശ്വാസത്താൽ കാണുന്നു ഞാൻ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും ഹൃദയം ഇനിയെന്നും നിൻവാസ ഗേഹമാകും. ടീച്ചറേട്ടാ, സംഗീതത്തിലെ ലയിച്ചു ചേർന്ന ഓണവിശേഷങ്ങള് കുറച്ച് ഞങ്ങളോട് പങ്കുവെക്കാമോ? എന്റെ കുഞ്ഞുനാളിലെ ഓണം എന്ന് പറയുന്നത് എന്റെ ഗ്രാമപ്രദേശമാണ്. എന്റെ ചേരാനല്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. എനിക്ക് 6 വയസ്സ് 7 വയസ്സുള്ള ആ കാലഘട്ടം മുതലാണ് എനിക്ക് ഓർമ്മയുള്ളത്. അന്ന് ഇതുപോലുള്ള പൂക്കളം ഇടുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പൂക്കള കടകളിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടായിരുന്നത്. അന്ന് ഞങ്ങളുടെ അടുത്ത പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. ഞങ്ങള് കുഞ്ഞുനാളിൽ ഞങ്ങളെല്ലാവരും കൂടി പോയി പൂക്കളെല്ലാം പറിച്ച് ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇഷ്ടം പോലെയുള്ള ഒരു പൂക്കളമാണ്. അതൊക്കെയാണ് ഓർമ്മയുള്ളത്. അതുപോലെ ഊഞ്ഞാല് കെട്ടി ഊഞ്ഞാലാടുക. പിന്നെന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് സദ്യ. ഉച്ചയ്ക്ക് സദ്യ ഒരിക്കൽ നല്ല പപ്പടം പഴം പായസം കൂട്ടി സദ്യ കൂട്ടുക എന്ന് പറയുന്നത് അത് ഒരു ഓണത്തിന്റെ ഒരു രസകരമായ ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത് ഉച്ചയ്ക്കത്തെ ഓണസദ്യ. ഞാൻ എന്റെ മ്യൂസിക് ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം പല ഓണത്തിനും ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും കൺവെൻഷനായിട്ടോ അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലേക്ക് പല പ്രോഗ്രാമുകളായിട്ട് പുറത്തേക്ക് പോകുന്നത്, അങ്ങനെ ഉള്ള അവസ്ഥയിലേക്ക് ഞാൻ പിന്നെ ഓണസമയങ്ങളിലൊന്നും അങ്ങനെ അധികം നാട്ടിലുണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് എന്റെ ഓണവിശേഷങ്ങൾ. ന്യൂ ജനറേഷൻ സിനിമ
സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ചെറിമാഷ് പറഞ്ഞായിരുന്നു ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം വാടാ പോടാ ഇങ്ങ് വാടാ എന്നൊക്കെയാണ് ലിറിക്സ്. അപ്പൊ അതാണ് ഇന്നത്തെ ലിറിക്സിന്റെ അവസ്ഥ. നല്ല അർത്ഥവത്തായ ജനഹൃദയങ്ങളെ സ്പർശിക്കുന്ന അച്ഛനെ പോലെ ഉള്ള നല്ല ഗാനരചയിതാക്കൾ പനച്ചിക്കലച്ചൻ, അതുപോലെ മറ്റേത് മനക്കലച്ചൻ, ഇങ്ങനെയുള്ളവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇപ്പോ ഈ കാലഘട്ടത്തിന്റെ പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഇപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ നമുക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട്, ദൈവാനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നത്. ആ കാലഘട്ടത്തിലെ ഞങ്ങൾക്കൊക്കെ പാടാൻ കിട്ടിയ ഒരു വലിയൊരു എന്താ പറയാ, സംഗീത ലോകത്തെ സംഭാവന നൽകിയ അച്ഛനെ പോലെ മാഷിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ ഇനിയും ഈ ലോകത്തിന് എന്താ പറയാ, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇനിയും ഒരുപാട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ചോദ്യം കൂടെ എനിക്ക്, ഒരു ചെറിയ ക്ഷമിക്കണം, എന്നാലും ഞാൻ മാഷിനോടാണ്. നമ്മളുടെ ഈ കൊച്ചു കേരളത്തില് ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യരും, ഞങ്ങള് പാട്ടുകാരെല്ലാവരും ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന, അതായത് ഇന്ത്യയിൽ തന്നെ മ്യൂസിക് ഡയറക്ഷനിലെ ഏറ്റവും വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിലെ ഒരു വ്യക്തിത്വം എന്നുള്ള നിലയാണ് മാഷിനുള്ളത്. എന്നിട്ട് എന്തുകൊണ്ട് ഈ സിനിമയില് അങ്ങയുടെ ഈ കഴിവുകൾ ഉപയോഗിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അത് മാറി നിന്നു, സിനിമയിൽ നിന്നൊക്കെ മാറി നിന്നു എന്നുള്ളത് ഒരു ചോദ്യം. മാറി നിന്നില്ല, എന്നെ ആരും വിളിക്കുന്നില്ല. വെരി സിമ്പിൾ. ജെറിമാഷി അടുത്ത കാലത്ത് ചെയ്ത ഒരു മനോഹരമായ ഔട്ട്സ്റ്റാൻഡിംഗ് വർക്കുണ്ട്, ജൈത്രയാത്ര എന്ന് പറഞ്ഞു. പനച്ചിക്കൽ മൈക്കിൾ അച്ഛനും ജെറിമാഷും കൂടി ചെയ്തതാണ്. ഞാൻ ആ പാട്ട് എല്ലാ ദിവസവും രാവിലെ കേൾക്കുന്ന ഒരു പാട്ടായി കഴിഞ്ഞ 2-3 മാസമായിട്ട്. അത് എന്തുകൊണ്ട് പ്രചാരത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് വലിയൊരു ചോദ്യമാണ്. ആളുകൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. നല്ല നല്ല പാട്ടുകൾ രംഗത്തേക്ക് വരുമ്പോൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന പാട്ടുകൾ അതിനകത്ത് എൽസബത്ത് രാജു അതിനകത്ത് പാടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്തുള്ള പാട്ടുകളെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു, നമ്മളെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു വരികളും പാട്ടുമാണ്. പക്ഷെ ജെറിമാഷ് അതേപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടാവും. അത് നല്ലൊരു ക്രിസ്തീയ ഭക്തിയാന രംഗത്ത് തന്നെ ഒരു പുതിയ കാൽവെപ്പാണെന്ന് തന്നെ ഞാൻ പറയാ. ജൈത്രയാത്ര 25 വർഷങ്ങൾക്ക് I think 25th year of writing അവർ അച്ഛൻ അത് ചെയ്തു. അതെ, ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വന്നിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞു നമുക്ക് 4-5 പാട്ട് ചെയ്യാം ജൈത്രയാത്ര എന്നിട്ട്. ആക്ച്വലി മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു പാട്ടായിട്ടാണ് ആദ്യം സങ്കല്പിച്ചത്. മരിച്ച വീട്ടിലിങ്ങനെ കേൾക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു പാട്ട്. അതിന്റെ അകത്ത് ആദ്യത്തെ പാട്ട് ആ മൂഡിലാണ്. യാത്ര ചോദിക്കുവാനായില്ല, ഇടവാങ്ങാൻ പോലും പോരുന്നേ, അങ്ങനെ കടമല്ല നീ വീട്ടിയേക്കണേ, കടമൊന്നും ബാക്കിയാകല്ലേ, എനിക്ക് പെട്ടാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ വളരെ ഗഹനമായ ചിന്തകളുള്ള ഒരു പാട്ടാകുമ്പോൾ അതിനനുസരിച്ചൊരു മ്യൂസിക് കൊടുത്തു. അതുപോലെ തന്നെ ജൈത്രയാത്രേതി സംതിങ് പാട്ട് കർത്താവിന്റെ ഉയർപ്പിനെ പറ്റിയുള്ള ഒരു പാട്ട്. അതും അതർഹിക്കുന്ന ഒരു അങ്ങനെ ഒരു പാട്ടുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഇസ് റിസൺ ടുഡേ എന്ന് പറഞ്ഞ ഒരു ഫേമസ് യൂറോപ്യൻ സോങ് ഉണ്ട്. അതിനെ ആധാരപ്പെടുത്തി ഞാനത് മറിച്ചിട്ടു. അപ്പൊ അങ്ങനെ അതായത് ആശയ ഗാംഭീര്യമുള്ളപ്പോ സംതിങ് വിൽ ഹാപ്പൻ. ആശയമില്ലാതെ ഇങ്ങനെ കുക്കുടു കുക്കുടു എന്നും പറഞ്ഞിട്ടിരുന്നാൽ നമ്മളിൽ നിന്നും വരും തിക്കുടു തിക്കുടു, അത്രേ ഉള്ളൂ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. അച്ഛന്റെ ബാല്യത്തിലെ ഓണാഘോഷവും അച്ഛന്റെ ഓർമ്മകളും ഒന്ന് പങ്കുവെക്കാം. ഞാൻ ഓണത്തെപ്പറ്റി ചിന്തിക്കുമ്പോ ഞാൻ കാണുന്നത് ഇന്നും ഒട്ടും വർഗീയത കടന്നു വന്നിട്ടില്ലാത്ത ഒരു ഉത്സവമാണ് ഓണാഘോഷം. കാരണം പ്രധാനപ്പെട്ട കാരണം ഓണത്തിനകത്ത് പ്രാർത്ഥന അല്ലെങ്കിൽ അതുപോലെയുള്ള ഭക്തി പരിപാടികളൊന്നുമില്ല. ഓണം ഒരു സാംസ്കാരിക ഉത്സവമായിട്ട് തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഒരു മതവിഭാഗം ഓണം പിടിച്ചെടുത്തില്ല. കാര്യം ഒരു ഇന്ത്യൻ ഒരു കേരള പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിലും അത് ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദു അങ്ങനെയൊന്നുമില്ല. മുസ്ലിംസ് പോലും ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഒന്നിച്ചു നിർത്തുന്ന
ഒരു നമ്മുടെ ദേശീയത, നമ്മുടെ നാടിന്റെ ഐക്യം, സമൂഹത്തിന്റെ ഒന്നിച്ചുള്ള മുന്നേറ്റം എന്നെല്ലാം വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഓണം നമ്മളെ ഒരുമിച്ച് നിർത്തും എന്നുള്ള വലിയൊരു സത്യമാണ്. അപ്പൊ അതിനകത്ത് സന്തോഷമുണ്ടല്ലോ. ഇപ്പൊ കൊമേഴ്ഷ്യലൈസ് ചെയ്താൽ പോലും എങ്ങനെയാ ഏത് രീതിയിലാണെങ്കിലും ഓണം നിലനിൽക്കുന്നുണ്ട്. ആ ഓണം ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ട് ഡിവൈൻ റിട്രീറ്റ് സെന്റർ എന്ന് പറയുന്ന ആളുകളെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തില് വിറ്റ്നസ് ചാനൽ ഇതുപോലൊരു ഓണാഘോഷം നടത്തുന്നു, ഓണപ്പൂടുന്നു. ഇതൊക്കെ തന്നെ അതിന്റെ തെളിവാണ്. കാരണം ആർക്കും ഓണം സ്വന്തമാണ്, ആരുടെ സ്വന്തമല്ല ഓണം, എല്ലാവർക്കും സ്വന്തമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുള്ളത്, ഓണത്തിന് തീർച്ചയായിട്ടും വീട്ടിൽ ഊഞ്ഞാൽ കെട്ടിയിരിക്കും, ഒരു മാവിന്റെ കൊമ്പിൽ ഊഞ്ഞാലാടിയിരിക്കും, എന്നാൽ ആട്ടിയിരിക്കും. എല്ലാവരും കൊച്ചുങ്ങളേക്ക് ഇരുത്തി ഊഞ്ഞാലാട്ടുക, അത് ഒരുപാട് ദൂരത്തോട്ട് വിടുക. അങ്ങനെയുള്ള റിസ്കുകൾ എടുത്ത അനുഭവങ്ങൾ എനിക്കുണ്ട്. പിന്നെ എത്രമാത്രം ദൂരോട്ട് പോകാമോ അത്ര ആവേശമായിരുന്നു അന്ന് ഊഞ്ഞാലാടുമ്പോ. അവിടെ പോയി തുടങ്ങും. മാവിലൊന്നുമില്ല. നമ്മളുടെ കഷ്ടകാലമാണ് അതങ്ങനെ ഇല്ലാത്തത്. പക്ഷെ നമുക്ക് ഓർമ്മകളുണ്ടല്ലോ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുന്ന പായസം, പലതരത്തിലുള്ള കറികൾ, ഇതെല്ലാം എല്ലാ വീട്ടിലും ഉണ്ട്. അതിന് മറ്റു വീട്ടിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കും അതൊക്കെ. പിന്നെ ഞങ്ങൾ ഈ ഓണക്കളിയെ പറ്റി പീറ്ററും ജോസഫും പറഞ്ഞല്ലോ. അപ്പൊ ഓണക്കളി എന്നുള്ള വലിയ സംഭവമായിരുന്നു എന്റെ ഗ്രാമത്തിൽ. ചേർത്തലയ്ക്കടുത്തൊരു കാൽത്തീരത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. കാൽത്തീരത്ത് അപ്പൊ നമ്മുടെ ഈ കേരളത്തിലെ ജാതി വ്യവസ്ഥയിലെ എല്ലാ വിഭാഗങ്ങളും പെടുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ എല്ലാവരും ഒരുമിച്ചാണ് ഓണക്കളി. ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാവരും ഒരുമിച്ച് ഓണക്കളിയാണ്. അതിന് വളരെയധികം നല്ല പാട്ടുകളുണ്ട്. അതിന് അത് ജോസഫ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ജഗമാഷ്ക്ക് സന്തോഷമായി കാണാൻ കേട്ടപ്പോ. കാരണം കോറൽ സിംഗിങ് തന്നെ അത് പാട്ടുപാടി ഏറ്റുപാടുന്ന ഒരു സിംഗിന്റെ അകത്ത് ജെറിയാമൽ ദേവിന് ഏറ്റവും അനുയോജ്യമായ സംഭവമാണ് അത് ഓണപ്പാട്ട് പാടിക്കൊണ്ടിരുന്നത്. അതിനകത്ത് രസകരമായിട്ടൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത് കൂടെ ഞാൻ പറയാം. എല്ലാ നാട്ടിലും ഒരു കള്ളനുണ്ടാവും, ഇല്ലേ? എല്ലാ ഗ്രാമങ്ങളിലും ഒരു കള്ളനുണ്ടാവും, ശരിയല്ലേ? പോക്കരട്ടിക്കാരോ കള്ളനോ ഉണ്ടാവും. അവർ ചിലപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കുകയല്ല സ്ഥിരം, അവർ പോയിട്ടൊക്കെ വരും. ഓണത്തിന് എല്ലാവരും വരും, കള്ളനും വരും നാട്ടിൽ. കാരണം അവന് ഫ്രീ ആയിട്ട് നടക്കാവുന്ന ദിവസമാണ് നാട്ടിൽ കൂടി ആരും പിടിക്കുകയല്ല. പക്ഷെ ഇവനെ പല ഓണങ്ങളായിട്ട് പോലീസുകാർ പിടിക്കാൻ കിട്ടാതെ ഇവൻ പിടികൊടുക്കാൻ നടക്കുന്നവനായതുകൊണ്ട് ഈ ഓണത്തിന് പോലീസുകാർ ഇവനെ പൊക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇവൻ ഈ ഓണക്കളിക്ക് കൂടി നിൽക്കുകയാണ്. അപ്പൊ അവൻ പറഞ്ഞിരുന്നു, എടാ പോലീസുകാരെ കണ്ടാൽ നീ എനിക്കൊരു സിഗ്നൽ തന്നേക്കണം എന്ന് പറഞ്ഞിരുന്നു അടുത്ത് കളിക്കുന്നവനോട്. അപ്പൊ അന്നത്തെ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം തേവൻ എന്നുള്ള പേരൊക്കെ ഉണ്ട് ചിലർക്ക്. ഇവന്റെ പേര് തേവൻ എന്നാണ്, ഈ കള്ളന്റെ പേര് തേവൻ എന്നാണ്. രണ്ടെന്നുള്ളതിന് ചണ്ടെന്നാ പറയണേ. അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇയാളിങ്ങനെ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രണ്ടുപേരെ അവിടെ നിന്ന് തൊപ്പി വെച്ച് വരുന്നു. എവിടുന്ന് അങ്ങനെ വരുന്ന ഇയാൾ കാണുവാണ്. വട്ടത്തിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ പാടുമ്പോൾ ആരും പുറത്തേക്ക് നോക്കുന്നില്ല, എല്ലാവരും നോക്കുന്നതിനകത്തേക്കാണ്. കൂടുതൽ തലകുനിച്ചുള്ള പരിപാടിയൊക്കെ അതിനകത്തുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതിനിപ്പോഴും കൊച്ചിലെ അതിന്റെ ഒരു ചെറിയ നാലുപേര് ഓർക്കുന്ന അരികിറുക ചിരികിറുക ജീരക ചെമ്പക വിത്തെല്ലാം വാരി പാകുന്നേ എന്നൊരു പാട്ടുണ്ടെന്ന്. അതൊരു പാട്ടുണ്ട്. പിന്നെ അരികിറുക ചിരികിറുക ജീരക ചെമ്പക വിത്തെല്ലാം വാരി പാകുന്നേ, അതൊരു പാട്ടാണ്. അതിന് നല്ലൊരു വൃത്തമുള്ള പാട്ടാണത്. അതിന് ഓരോന്നും ഓരോ വൃത്തമുണ്ട്. എന്നിട്ട് ഈ കള്ളനെ രക്ഷിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന കൂട്ടുകാരൻ ഈ പാട്ടങ്ങോട്ട് മാറ്റി പാടുവാണ്. പാടുന്നവനാണ് ലീഡർ. ഈ പാടുന്ന ആളാണ് ഈ ലീഡ് സിംഗറാണ് ഇവന്റെ കൂട്ടുകാരൻ, തേവന്റെ കൂട്ടുകാരൻ. അപ്പൊ തേവൻ പാട്ട് പാടി വന്നിട്ട് പെട്ടെന്ന് പോലീസിനെ കണ്ടപ്പോഴത്തേക്ക് പറയാണ്, നോക്കടാ തേവ ചെണ്ടാളുവന്നെ, തൊപ്പിയുണ്ടെന്നേ പിന്നെ മീശയുണ്ടെന്നേ. അപ്പൊ തന്നെ തേവൻ രക്ഷപ്പെട്ടു പോയി, പാട്ട് തുടർന്നു. ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയാ എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കു ചീനു ആങ്കർ എന്ന നിലയിൽ ഞങ്ങളോടൊക്കെ ഓണവിശേഷങ്ങളും ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചു. എന്താണ് ചീനുവിന്റെ ഓണവിശേഷം? എല്ലാവരുടെയും ഓണവിശേഷം ചോദിച്ചറിയായിരുന്നു എന്റെ ഡ്യൂട്ടി.
പക്ഷെ ഓണവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തതായിട്ട് തോന്നി. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് പുതിയ അറിവുകളായിരുന്നു. ഈ കൈകൊട്ടിക്കളി, പിന്നെ പൂ പറിച്ച് കൊണ്ട് പൂക്കളം ഇടുക, കുറച്ചും കൂടി കഴിഞ്ഞുള്ള ഓണമായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഓണം, എന്റെ ഓർമ്മയിൽ ഓണം തുടങ്ങുമ്പോഴേക്കും പൂക്കളുണ്ട്. ഒത്തിരി ചെറുതാന്നല്ല പറയുന്നത്, എന്നാലും അന്നേരത്തേക്ക് വാങ്ങി ഇടുന്ന ഒരു സമയമായിരുന്നു. അപ്പോ പറിച്ചിടുക എന്നുള്ള, പിന്നെ പൂക്കള് പറിച്ച് എല്ലാവരും കൂടിയിരുന്ന് ഇടുക എന്നുള്ളതില്ലായിരുന്നു. മേടിക്കുക, എല്ലാവരും വിദേശത്തായിരിക്കും പല ബന്ധുക്കളും. പറ്റുന്നവര് ഓണത്തിന് വന്ന് ചേർന്ന് ഉള്ളവര് കൂടി ചെറുതായിട്ട് ആഘോഷിക്കുക, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം രാഘുലേട്ടനും പീറ്റേട്ടനൊക്കെ പറഞ്ഞു കേട്ടപ്പോ തോന്നി, ആ ഓണമൊന്നും എനിക്ക് ഇനി ഒരിക്കലും കിട്ടില്ലല്ലോ എന്നൊരു സങ്കടം തോന്നി. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇപ്പൊ ഇന്ന് ഞാൻ ഗുഡ്നസ് ടിവിയുടെ ഒപ്പം ആണെങ്കിലും കൂടുതലും ഞാൻ വീട്ടില് ആയിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ 10 നാളുകളിലോ ആണെങ്കിലും മഞ്ഞിൽ വിരിഞ്ഞ പൊന്നോണം ഇവിടെ സമാപിക്കുകയാണ്. അതിനു മുൻപായി നമുക്കെല്ലാവർക്കും, പ്രേക്ഷകർക്കും നമുക്കെല്ലാവർക്കും ഒരുപാട് പാഠങ്ങളും ഉപദേശങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ച ജെറി മാഷ് ഓണാശംസകൾ നേരുന്നു. ഇതൊരു അൺയൂഷ്വൽ, അൺഎക്സ്പെക്ടഡ് കൈൻഡ് ഓഫ് ഗ്യാതറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങളെല്ലാവരെയും ഇവിടെ കാണാൻ പറ്റിയത് തന്നെ ഒരു വലിയ അനുഭവം. സാധാരണ നിങ്ങളെയൊക്കെ കാണുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ മാത്രമല്ലേ കാണാറുള്ളൂ. ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാറൊന്നുമില്ല. ഇറ്റ് ഇസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ഈ ഓണത്തിന്റെ കോണ്ടെക്സ്റ്റ് ഹാസ് ബീൻ സ്പെഷ്യലി എൻകറേജിങ് ആൻഡ് ഹാപ്പി. അതോടൊപ്പം ഐ മേ ഓൾസോ സേ ദിസ് ചാനൽ ഈസ് ഡൂയിങ് എ റിമാർക്കബിൾ തിങ്. Normally we don't expect a Christian spiritual channel to delve into this kind of thing, you know. But I think ആ ചട്ടവട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചും കൂടി സാർവജനികമായിട്ട്, എന്താ പറയുന്നത് വെച്ചാൽ സാർവജനീനമോ കുറെ കൂടി വൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ചെയ്യുന്നത് ഇതിനോട് ഞാൻ 100% യോജിക്കുന്നു. I thank the channel for arranging such a session. Other than that, thank God and thank all of you. Happy Onam!